സോറി, ഞാൻ അല്പം ലേറ്റായി. താങ്കളോ ഹസ്ബൻഡോ കുടുങ്ങിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു കേസ് ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾക്കെതിരെ ഉണ്ടോ? താങ്കൾക്കോ ഹസ്ബൻഡിനോ ഇതല്ലാതെ മറ്റേതെങ്കിലും ഒരു കേസ്, ഏതെങ്കിലും സ്റ്റേഷൻ? ഇത് ഇല്ല, ഇന്നേ വരെ ഞങ്ങളുടെ പേരിൽ ഒരു കേസും ഇല്ല, ഒരു കംപ്ലൈന്റ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേട്ടോ 2023 തോന്നുന്നു, ഓഗസ്റ്റ് 7 ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നല്ല പുകയൊക്കെ വിട്ടിങ്ങനെ പറക്കുകയാണ്, പറക്കുകയാണ്. എന്നിട്ട് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. വളരെ മരണമാസുകളാണ് കേട്ടാ. ശരി, താങ്കൾ അതിൽ ഉറച്ചു നിൽക്കുന്നു, ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. നിവിൻ പോളിയും താങ്കളെ സെക്ഷൽ ഹരാസ് ചെയ്തു എന്നാണോ താങ്കൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത്. ഇതിന്റെ നിയമം നമുക്ക് ഇത് നീതി കിട്ടുന്നിടം വരെ നമ്മളിത് മുമ്പോട്ട് പോകും. അത്രയും വേണം, ആ മലയാളികൾക്കെല്ലാം നിവിൻ പോളി അറിയാമല്ലോ. ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം അവിടെ ഉണ്ടാവണം ആ ഡിസംബർ മാസത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പീഡനം നടന്ന ദിവസം താങ്കൾ പറയുന്നത് ഡിസംബർ 14, 15, 16 ഞങ്ങളെന്നാലും നിവിൻ പോളിയെ കൂടി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ആ ദിവസം ഇദ്ദേഹം അവിടെയാണെന്ന് താങ്കൾ ഉറപ്പിച്ചല്ലോ അല്ലേ? ഡിസംബർ മാസമാണെന്നുള്ള കാര്യം 14, 15, 16. അതെ അതെ, ഓക്കെ. എനിക്കത് അറിഞ്ഞാൽ മതി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. നിവിൻ പോളിക്കെതിരായ പീഡനക്കേസിലെ നിർണായക തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ. പുള്ളിക്കാരിയുടെ വാദങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി കഴിഞ്ഞ ദിവസം മറ്റേ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് പറഞ്ഞത് 14, 15, 16 ഈ 3 ദിവസങ്ങളിലാണ് ഇവരെ റൂമിനകത്ത് പൂട്ടിയിട്ട് പീഡിപ്പിച്ചത് എന്നാണ്. 17-ാം തീയതി അവിടെ നിന്ന് ഫ്ലൈറ്റും കയറി നാട്ടി വന്നു. ഇങ്ങനെയാണ് പറഞ്ഞത്. 2023 ഡിസംബർ 14 നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ്. എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ്. 15 പുലർച്ചെ 3 മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. എല്ലാവരോടും പറയണം, എല്ലാവരും അറിയണം. അതാണ് അതിന്റെ ഒരു മര്യാദ. വിശ്വസിക്കുന്നൊന്നല്ല, ഈ 14, 15 അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് 100% പറയാൻ പറ്റും. ഇതില് വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ജെട്ടിയും 8 നില പൊട്ടി. லைக் பண்ணுங்க, ஷேர் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க. மறக்காம கீழே இருக்கிற பெல்ல ஒரு தட்டு தட்டு.